സ്കൂളിലെ ലിഫ്റ്റ് പരിശോധിച്ചതിന് കൈക്കൂലി ആവശ്യപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. കോട്ടയത്താണ് ഈ സംഭവം ഉണ്ടായത്. കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായ സുമേഷിനെയാണ് ഇന്ന് രാവിലെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. പാലാ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച ഇയാൾ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാളെ വിജിലൻസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ കൈക്കൂലിയിലേക്ക് നയിച്ച ആദ്യ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ ലിഫ്റ്റ് പരിശോധിക്കാൻ സാധാരണ എല്ലാ വർഷവും വരാറുള്ളതുപോലെ ഈ സുമേഷ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എത്തുകയായിരുന്നു. ലിഫ്റ്റ് പരിശോധിച്ചതിന് ശേഷം ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ കൈക്കൂലി നൽകണമെന്ന് ഇയാൾ സ്കൂൾ മാനേജറോട് ആവശ്യപ്പെടുകയായിരുന്നു. ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പണം ഇതിൽ ഇളവ് ചെയ്ത് നൽകാമോ എന്ന് ചോദിക്കുമ്പോൾ 7,000 രൂപ നൽകണം, അതിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ല എന്ന ഈ സുമേഷ് വാശി പിടിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ഈ പണം നൽകണമെന്നും ഇയാൾ സ്കൂൾ മാനേജറോട് ആവശ്യപ്പെടുന്നു. സ്കൂൾ മാനേജർ ഈ വിവരം വിജിലൻസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം അന്ന് പണം നൽകാൻ സാധിക്കില്ല, തൊട്ടടുത്ത ദിവസം താങ്കൾ പറയുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും അവിടെ വെച്ച് പണം നൽകാമെന്ന് ഈ സ്കൂൾ മാനേജർ ഈ സുമേഷിനെ അറിയിക്കുന്നു, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ അറിയിക്കുന്നു. ഇതനുസരിച്ച് ഇന്ന് രാവിലെ പാലായിലെത്തുന്നുണ്ടോ, പാലായിലെത്തി പണം നൽകണമെന്ന് ഇയാൾ പറയുകയായിരുന്നു. ഇതേ തുടർന്നാണ് സ്കൂൾ മാനേജർ വിജിലൻസ് നൽകിയ പണവുമായി ഇന്ന് രാവിലെ പാലായിലെത്തിയത്. പാലായിൽ വെച്ച് പാലാ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച ഈ വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പൗഡർ പുരട്ടിയ പണം സ്കൂൾ മാനേജർ ഈ സുമേഷിന് കൈമാറിയ ഉടൻ തന്നെ ഇയാളെ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അധികം താമസിക്കാതെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ വിജിലൻസ് വ്യക്തമാക്കുന്നത്. നിറം അറിയണ്ടോ? കണ്ടല്ലോ, ഇതാണ് സീൻ.